ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോയും ചെറിയ ഉള്ളിയും കൊണ്ടുള്ള ഒരു ചട്നിയാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയ ഉള്ളി ഞാൻ ഏകദേശം 1 കപ്പോളം എടുത്തിട്ടുണ്ട്, 4ആയിട്ട് അരിഞ്ഞത്. ഒരു 4-5 വറ്റൽമുളക്, നമ്മുടെ എരിവനുസരിച്ച് എടുക്കാം. ഇപ്പോൾ 4 എടുത്താലും മതി. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി, 2 വലിയ തക്കാളി, പിന്നെ കുറച്ച് കറിവേപ്പില. കടുവറുക്കാനാണെങ്കിൽ നമുക്ക് കടുക്, ഉഴുന്നുപരിപ്പ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പച്ചമുളക് ചേർക്കുന്നില്ല എരിവിന്. വറ്റൽമുളകിൻ്റെ എരിവാണ് എരിവ്. പിന്നെ കുറച്ച് പെരുങ്കായം കൂടി വേണം. അപ്പോൾ ഇനി നമ്മളൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ ഈ ടൊമാറ്റോയും ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി രാവിലെ തിരക്കിട്ട് നിൽക്കുന്ന അമ്മമാരാണ്, ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവാള വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഞാൻ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ എപ്പോഴും ചെറിയ ഉള്ളിക്കാണ് ഗുണം കൂടുതൽ സവാളയെക്കാളും. പിന്നെ സവാളയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ 2 വലിയ ടൊമാറ്റോയ്ക്ക് ഒരു മീഡിയം സൈസ് സവാള മതി. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകിട്ട് പൊട്ടുമ്പോൾ നമുക്ക് ഉഴുന്നുപരിപ്പ് ഒരു 1.5 ടീസ്പൂണോളം ചേർക്കുകയാണ് ഞാൻ. എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പിലയും നമുക്ക് വറ്റൽമുളകും ചേർക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പുളിയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വറ്റൽമുളക് ഒരു 3-4 എണ്ണം നമ്മുടെ എരിവനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഞാനിവിടെ ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൽ 1-2 എണ്ണത്തിന് അതിന് അരിയില്ല. അത് കാരണം അത്ര എരിവ് നമുക്ക് വരില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടി ചേർക്കുകയാണ്. അതുപോലെ നമ്മൾ ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന പോലെ 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി, ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ചൊന്ന് ചുമന്ന് വരുന്നവരെ ഈ ഉള്ളി വഴറ്റണം. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ കടുക് വറുത്തിട്ടാണ് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് അരച്ചെടുക്കുവാണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം വഴറ്റിയെടുക്കുക. അതായത് വറ്റൽമുളക്, ഉള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം വഴറ്റിയെടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ കടുക് വറുത്താലും മതി. കടുക് വറുക്കുമ്പോൾ കുറച്ച് കായപ്പൊടി ചേർത്താലും മതി. ഞാനിതിപ്പോൾ ഒരു പോട്ടിൽ തന്നെ എല്ലാം ചെയ്യുന്ന വേണ്ടി കുറച്ച് എളുപ്പത്തിനാണ് അതിങ്ങനെ ചെയ്തത്. അത് മാത്രമല്ല, ഈ കറിവേപ്പിലയും കടുകും ഒക്കെ നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളത് അരച്ച് ചേർക്കുമ്പോൾ നമുക്ക് എന്തായാലും വേറെ ഓപ്ഷനില്ല, കഴിച്ചേ വെക്കുകയുള്ളൂ. അതേസമയം നമ്മൾ കടുക് വറുത്താണ് ചേർക്കുന്നതെങ്കിൽ കറിവേപ്പിലയെല്ലാം നമ്മളെടുത്ത് കളയും. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് എളുപ്പത്തിനും കൂടിയാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്താണ് വഴറ്റിയത്. അപ്പോൾ കുറച്ച് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഒരു ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് വഴറ്റാൻ തുടങ്ങിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ ചേർക്കാം. അപ്പോൾ ഇതിന് കൂടുതൽ ഷെൽഫ് ലൈഫ് വേണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുവാണ് ട്രെയിനിൽ 2 ദിവസം, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഉള്ളിയും കുറച്ചും കൂടി മൂപ്പിക്കാം. അതുപോലെ ടൊമാറ്റോയും ഒന്ന് എണ്ണ തെളിയുന്നത് വരെ വഴറ്റേണ്ടി വരും. ഇപ്പോൾ ഫ്രിഡ്ജിലൊന്നും അല്ലാതെ തന്നെ ഇത് 2 ദിവസം കേടാകാതെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ചട്നി ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇത് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ ഇത് നന്നായി തണുത്തതിന് ശേഷം അരച്ചെടുത്ത ടൊമാറ്റോ ചട്നിയാണിത്. ഇഡ്ലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ബൈ.